ഹായ് ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് LDC ലക്ഷ്യം വെച്ചുള്ള 1000 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. ഇതിൽ പൊതുവിജ്ഞാനം, സയൻസ് മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോ പോർഷനിലെ മുൻവർഷ ചോദ്യങ്ങൾ, SCERT ചോദ്യങ്ങൾ, പ്രസ്താവന ചോദ്യങ്ങൾ, അവയുടെ അനുബന്ധ വിവരങ്ങൾ. ഇതിലിപ്പോൾ നമ്മൾ 4-മത്തെയോ 5-മത്തെയോ ടോപ്പിക്കാണ് പഠിക്കുന്നത്. കല, ശാസ്ത്രം, സാഹിത്യം, കായികം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ അവസാന ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ജ്ഞാനപീഠം പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം പുരസ്കാരം. ഇതുവരെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത്. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്ന മുഴുവൻ പേരുള്ള ഈ ബഹുമതി വാഗ്ദേവി അഥവാ സരസ്വതി ദേവി വെങ്കല ശില്പവും പ്രശസ്തി പത്രവും 11 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പുരസ്കാരമല്ലെങ്കിലും സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിനൊപ്പം സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അംഗീകാരമായി ജ്ഞാനപീഠം പുരസ്കാരത്തെ കണക്കാക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഉടമാവകാശമുള്ള സാഹു ജെയിൻ ഗ്രൂപ്പ് സ്ഥാപിച്ച ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം 1965 ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിന് ലഭിച്ചു. അന്ന് 1 ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുക. പിന്നീട് SK പൊറ്റേക്കാട് 1980, തകഴി ശിവശങ്കരപിള്ള 1984, MT വാസുദേവൻ നായർ 1995, ONV കുറുപ്പ് 2007, അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ഇങ്ങനെ 6 പേര് ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹമായി. 4-മത്തെ പ്രസ്താവന തെറ്റാണ്. 56-മത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അസാമി കവിയായ നീൽമണി ഫൂക്കനാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കേരള പുഷ്കിൻ ONV, അതുപോലെ തന്നെ മലയാളത്തിലെ ജോൺ ഗന്ധർ SK പൊറ്റേക്കാട്. കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയല്ല, വള്ളത്തോളാണ്. കേരള ഓർഫ്യൂസ് ആണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ടെന്നിസൺ വള്ളത്തോൾ. കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്നത് NN കക്കാട്. കേരള നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതിൽ കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. മലയാളത്തിലെ ഓർഫ്യൂസ് ആണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. വികാസ് ഗൗഡ ഗുസ്തി തെറ്റായ ജോഡിയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. കായിക ഇനങ്ങൾ നോക്കി ഒന്ന് ഓർത്തു വയ്ക്കുക. കൊനേരു ഹംപി ചെസ്, നീരജ് ചോപ്ര ജാവലിൻ ത്രോ, മനിക ബത്ര ടേബിൾ ടെന്നീസ്, PV സിന്ധു ബാഡ്മിൻ്റൺ, കിടംബി ശ്രീകാന്ത് ബാഡ്മിൻ്റൺ, ദീപ കർമാക്കർ ജിംനാസ്റ്റിക്, PR ശ്രീജേഷ് ഹോക്കി, മാനുവൽ ഫ്രെഡറിക് ഹോക്കി, ദീപിക പള്ളിക്കൽ സ്ക്വാഷ്, വിനേഷ് ഫോഗട്ട് ഗുസ്തി, റാണി രാംപാൽ ഹോക്കി, ബജ്രംഗ് പുനിയ ഗുസ്തി, അതിഥി അശോക് ഗോൾഫ്, മനു ഫക്കർ ഷൂട്ടിംഗ്, ലാവലീന ബർഗഹൈൻ ബോക്സിംഗ്, ദീപ്തി ശർമ്മ ക്രിക്കറ്റ്, വികാസ് ഗൗഡ ഡിസ്കസ് ത്രോ ഷോട്ട് പുട്ട്. ആദ്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 മാർച്ച് 4 മുതൽ 11 വരെ.
സ്റ്റേഡിയം ധ്യാൻചന്ദ് സ്റ്റേഡിയം, ന്യൂഡൽഹി. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 11. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കാൾ മാർക്സിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. തിരുവനന്തപുരം പാളയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രതിമയുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ ആധികാരിക പുസ്തകം വൃത്താന്ത പത്രപ്രവർത്തനമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇതിൻ്റെ രചയിതാവാണ്. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകവും വൃത്താന്ത പത്രപ്രവർത്തനമാണ്. സ്വദേശാഭിമാനിയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരിയാണ് അദ്ദേഹത്തെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തിയത്. മലയാളത്തിലെ നോവലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ രണ്ടാമത്തത് ശരിയാണ്. മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ രചിച്ചത് പോഞ്ഞിക്കര റാഫി. ഒന്നാമത്തെ പ്രസ്താവനയുടെ ശരി. മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ മിത്തിക്കൽ നോവൽ എന്നറിയപ്പെടുന്ന സ്വർഗദൂതനാണ്. വ്യക്തികളുടെ മനോവ്യാപാരങ്ങൾ, അനുഭൂതികൾ എന്നിവ ഉൾക്കൊള്ളിക്കുന്നതിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പുറം ലോകത്തെത്തിക്കുന്നതും വായനക്കാരെ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാക്കി അനുഭവവേദ്യമാക്കുന്നതുമായ നോവലുകളാണ് ബോധധാര നോവലുകൾ. സ്വർഗദൂതൻ രചിച്ചത് പോഞ്ഞിക്കര റാഫി. MT വാസുദേവൻ നായരുടെ മഞ്ഞ് ബോധധാര നോവലിന് മികച്ച ഉദാഹരണമാണ്. മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം യുക്തിഭാഷ രചിച്ചത് ആലത്തൂർ ബ്രഹ്മദത്തൻ. 1639 ഈ ഗ്രന്ഥം രചിച്ചത്. മറ്റു പണ്ഡിതരെല്ലാം ഗൗരവരൂപത്തിലുള്ള വിജ്ഞാനകൃതികൾക്ക് സംസ്കൃതം തിരഞ്ഞെടുത്തപ്പോൾ ബ്രഹ്മദത്തൻ ഈ ഗ്രന്ഥം എഴുതിയത് മലയാളത്തിലാണ്. മധ്യകാല മലയാളത്തിലെ ഗദ്യഭാഷയിൽ എഴുതിയ വിജ്ഞാന ഗ്രന്ഥം. മലയാള ഗണിത ഗ്രന്ഥങ്ങൾ രചിക്കുന്നവർക്ക് വഴികാട്ടിയാണ് യുക്തിഭാഷ. 1846 എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്ന ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു രചിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. 34 വർഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ചർച്ച് മിഷൻ സൊസൈറ്റി മിഷനറിയായിരുന്നു. 1821 അദ്ദേഹം മലയാളം അച്ചടിശാല സ്ഥാപിച്ചു. ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. കേരളത്തിലെ ആദ്യ കലാലയമായ CMS കോളേജ്, കോട്ടയം CMS കോളേജിൻ്റെ സ്ഥാപകൻ ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇവരിൽ പ്രാചീന കവിത്രയത്തിൽ പെടാത്തതാര്? പൂന്താനം, ചെറുശ്ശേരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഇവരാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയം. തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി, അങ്ങനെ ഓർത്തു വയ്ക്കുക. കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും കുഞ്ചൻ നമ്പ്യാർ പ്രസിദ്ധനാണ്. ഭക്തി, ഫലിതം, ശൃംഗാരം ഇത് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാൻ സാധിക്കും. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കവി എഴുത്തച്ഛനാണ്. ഇനി ആധുനിക കവിത്രയങ്ങളുണ്ട്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശാൻ, വള്ളത്തോൾ നാരായണമേനോൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ. നൽകിയിരിക്കുന്ന വരികളെയും രചയിതാവിനെയും ശ്രദ്ധിക്കുക. അതിനുശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. എഴുത്തച്ഛൻ്റെ വരികളാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെയാണ്. രണ്ടും എഴുത്തച്ഛൻ രചിച്ച വരികളാണ്. 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയത് എഴുത്തച്ഛനാണെന്ന് കരുതപ്പെടുന്നു. ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ് ഓപ്ഷൻ. ഗാഥാവൃത്തം
മഞ്ചരി വഞ്ചിപ്പാട്ട് വൃത്തം നദോന്നത. രണ്ടും തെറ്റാണ്. ഗാഥാവൃത്തമാണ് മഞ്ചരി, വഞ്ചിപ്പാട്ട് വൃത്തം നദോന്നത. മഞ്ചരി വൃത്തത്തിൽ എഴുതിയ പ്രശസ്ത കൃതികൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും കുമാരനാശാൻ്റെ ദുരവസ്ഥയും. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് നദോന്നത വൃത്തത്തിൽ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ കൃതിയാണ്. കുമാരനാശാൻ്റെ കരുണ, അർണോസ് പാതിരിയുടെ പുത്തൻ പാന, അതിൻ്റെ 12-ാം പദം, ഇതൊക്കെ നദോന്നത വൃത്തത്തിലെ മറ്റു കൃതികളാണ്. ചെറുശ്ശേരി സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. ചെറുശ്ശേരി നമ്പൂതിരി 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഒറെതുക്കളുടെ കവി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി അല്ലെങ്കിൽ പ്രധാന കൃതി കൃഷ്ണഗാഥയാണ്. കോലത്തെ രാജാവായ ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ പ്രധാനിയായിരുന്നു ചെറുശ്ശേരി. പിൽക്കാലത്ത് കോലത്തെ രാജാക്കന്മാർ കണ്ണൂരിലെ ചിറക്കലിലേക്ക് മാറുകയും അവിടെ കോവിലകവും ചിറയും നിർമ്മിക്കുകയും ചെയ്തിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. സി ആണ് തെറ്റ്. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. ആലപ്പുഴ ജില്ലയിലാണ് നെഹ്റു ട്രോഫി നടക്കുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മറ്റൊരു പേര്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1952 ആലപ്പുഴ സന്ദർശിച്ചതിനോടനുബന്ധിച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തുടക്കമായത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിവരുന്നത്. കേരളത്തിലെ ക്ഷേത്രവും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നതിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഓച്ചിറ കൊല്ലം, ചക്കുളത്തുകാവ് ആലപ്പുഴ, തിരുവാർപ്പ് കോട്ടയം, പനച്ചിക്കാട് സ്ഥിതി ചെയ്യുന്നതും കോട്ടയമാണ്. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന. പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നു. പനച്ചിക്കാട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിലും സരസ്വതി ദേവിയുടെ നാമത്തിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പനച്ചിക്കാട്. നവരാത്രി ആഘോഷങ്ങൾക്കും വിദ്യാരംഭത്തിനും പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഗ്രന്ഥത്തിന് ഏർപ്പെടുത്തിയ പ്രഥമ ബാൽരാജ് പുരസ്കാരം ലഭിച്ചതാർക്ക്? എഴുമറ്റൂർ രാജരാജവർമ്മ. അദ്ദേഹത്തിന് ബാൽരാജ് പുരസ്കാരം ലഭിച്ച കൃതി എഴമറ്റൂരിൻ്റെ കവിതകൾ. പ്രശസ്തനായ മലയാള ഗദ്യ സാഹിത്യകാരനും ഭാഷാ വിദഗ്ധനുമാണ് എഴുമറ്റൂർ രാജരാജവർമ്മ. ജനനം 1953 മെയ് 20. കവിത, ശാസ്ത്രം, വിമർശനം, പഠനം, ബാലസാഹിത്യം, ജീവചരിത്രം, നവസാക്ഷര സാഹിത്യം എന്നിങ്ങനെ വിവിധ ശാഖകളിലായി 20ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. മികച്ച ജീവചരിത്ര കൃതിക്കുള്ള PK പരമേശ്വരൻ നായർ അവാർഡ് എഴുമറ്റൂർ രാജരാജവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ആഴ്ചയിലെ തൊഴിൽ വീതിയിലുള്ള ഈ സ്പെഷ്യൽ പങ്ക്തി. അടുത്ത ആഴ്ച അടുത്ത ടോപ്പിക്കുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.